Good afternoon, viewers. Welcome to my channel. ഇന്ന് മാർക്കറ്റ് രാവിലെ ഒരു കറക്ഷൻ ചെയ്തതിനു ശേഷം മാർക്കറ്റ് നല്ലൊരു ഷാർപ്പ് റിക്കവറി ചെയ്തിരുന്നു. പക്ഷേ ആ റിക്കവറിയൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് പോയി എന്നൊക്കെ പോകുന്നത്. ഇപ്പം നിഫ്റ്റി ചെയ്യുന്നത് ഓൾമോസ്റ്റ് 25,978 വന്നിട്ടുണ്ട് നിഫ്റ്റി. അത് ബേസിക്കലി എനിക്ക് തോന്നുന്നത് ഇന്ന് ഫ്രൈഡേ ആണ് ഒരു കാരണം. ഫസ്റ്റ് റീസൺ. സെക്കൻഡ് റീസൺ ഈസ് ഇത്ര മാർക്കറ്റിൽ റിസ്ക് ഉള്ള സമയത്ത് ട്രേഡേഴ്സ് പൊസിഷൻ എന്തായാലും ആരും വീക്കെൻഡിൽ ക്യാരി ഫോർവേഡ് ചെയ്യും. കാരണം ഇപ്പോഴത്തെ ഈ വാർ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു ഫ്രൈറ്റനിങ് സിറ്റുവേഷനിലാണ് വാർ ഇതിൻ്റെ ന്യൂസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇവരെ ഓൾമോസ്റ്റ് ഇവരെ ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ ഉള്ളിലൊക്കെ എല്ലാം മൊസാദിൻ്റെ സ്പൈസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ഇറാനിൽ നടക്കുന്ന മുഴുവൻ സംഭവങ്ങളും ഈ ഇസ്രായേലിനെ ടൈം എവറി മൊമെൻ്റ് ആയിട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനൊരു വലിയൊരു ഫിയർ ഉണ്ടാക്കുന്ന മാർക്കറ്റിൽ എന്താ വെച്ചാൽ ഇവർക്ക് ന്യൂക്ലിയർ ആർസനൽസ് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അവർ ഇന്നാളത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് കംപ്ലീറ്റ്ലി പീസ്ഫുൾ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ന്യൂക്ലിയർ എനർജി ഡെവലപ്പ് ചെയ്യുന്നത് പറഞ്ഞു. പക്ഷേ അവർക്ക് ഇപ്പോൾ പറയുന്നത് അവർക്ക് ദേ ക്യാൻ അസംബിൾ ബോംബ് വിത്തിൻ 2 days എന്നാണ്. സോ അതൊക്കെ വലിയൊരു കൺസേൺ ആണ് മാർക്കറ്റിൽ. ഇനിയിപ്പം ഇവരെ ഈ വാർ എസ്കലേറ്റ് ചെയ്യുന്നുണ്ടൊക്കെ തന്നെ നമ്മളെപ്പോലെ ഇന്ത്യയിലുള്ള കൺട്രിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചാൽ ഈ നിങ്ങൾ നോക്കണം, ഇതുവരെ മെയിൻലി ഓയിൽ വരുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി വരുന്നത് ഈ ഹോർമുസ് എന്ന് പറഞ്ഞ ഒരു ഒമാന്റെയും ഇറാന്റെയും ഇടയ്ക്കുള്ള ഒരു പേർഷ്യൻ ഗൾഫിലുള്ള ഒരു കടലെടുക്കിലൂടെ വരുന്നത്. കാരണം ഇത് കൺട്രോൾ ചെയ്യുന്നത് മോസ്റ്റ്ലി ഈ ഇറാനിയൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇറാനിയൻ ഹൂത്തീസ് വിചാരിച്ചാൽ അതിൽ അവർക്ക് ഒരു ഷിപ്പിനെയും അവർക്ക് കടത്തിവിട്ടിട്ടില്ലെങ്കിൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ, ഇന്ത്യ, ചൈന, കൊറിയ, ഇവരെ കൺട്രിയിലേക്കുള്ള എല്ലാവിധ ഓയിൽ സപ്ലൈയും വരുന്നത് ഈ ഹോർമുസ് എന്ന് പറഞ്ഞ ഈ കടൽ ഇടുക്ക് കൂടിയാണ്. സോ അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. കാരണം ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഇന്ത്യൻ എക്കണോമിക്കെല്ലാം വലിയൊരു പ്രോബ്ലമായി മാറും. പക്ഷേ എനിവേ അതിപ്പം നമ്മൾ ഇറ്റ് ഈസ് ബിയോണ്ട് അവർ ഹാൻഡ്സ്, നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല. പക്ഷേ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓരോ അപ്വേർഡ് മൂവ്മെൻറ്റിലും മാർക്കറ്റിൽ സെല്ല് വരുന്നുണ്ട്. ഇന്ന് തന്നെ നിങ്ങൾ രാവിലെ നോക്കുക, രാവിലെ ഓപ്പൺ ചെയ്ത് 25,090 സ്ട്രെയിറ്റ് മാർക്കറ്റ് പോയത് 25,485, ഏകദേശം 400 പോയിന്റ് നിഫ്റ്റി ഇമ്മീഡിയറ്റ്ലി ബൗൺസ് ചെയ്തു. അവിടെ തന്നെ അതേ സെല്ല് വന്നിട്ട് അതിനെ ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്ത് താഴത്ത് വന്ന് ഇപ്പോൾ 24,998 വന്നു. അതുകൊണ്ട് രാവിലെ ഞാൻ പറഞ്ഞു ഇന്ന് ഫ്രൈഡേ ആണ് ട്രേഡേഴ്സ് നമുക്കിന്ന് ട്രേഡിങ് ഒഴിവാക്കണം. കാരണം വെച്ചാൽ ഇന്നത് ഫ്രൈഡേ റിസ്ക് എടുത്തിട്ട് പൊസിഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി ഓപ്ഷൻ സെല്ലിങ് ഈസ് വെരി റിസ്കി ഓൾസോ ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇന്ന് ചെയ്ത സ്റ്റോക്സുകൾ, വലിയ സ്റ്റോക്സ് ചെയ്തെന്ന് വെച്ചാൽ ഇതായിരുന്നു നമ്മളെ ടി സി എസും ഇൻഫിൻ ചെയ്ത്. ആ ടി സി എസിൻ്റെ പ്രശ്നം, ടി സി എസ് അടുത്ത ആഴ്ച അവർ റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ റിസൾട്ട് നല്ലൊരു റിസൾട്ടായിട്ടാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ടി സി എസിൻ്റെ. അതിന് മുന്നോടി ടി സി എസ് നല്ലൊരു മൂവ് ചെയ്ത്. ഇൻഫി അതുപോലെ തന്നെ 1.56% ഇൻഫി മൂവ് ചെയ്തിട്ടുണ്ട്. SCL ടെക്കും ഒരു റീസണബിളി ചെയ്തിട്ടുണ്ട്. അങ്ങനെ കറക്റ്റ് ചെയ്തിട്ടില്ല SCL ടെക്ക്. സോ ഈ 3 സ്റ്റോക്സും ടി സി എസ് ഒക്കെ വാച്ച് ചെയ്യണം വരാൻ പോകുന്ന ദിവസങ്ങൾ. ആ റിസൾട്ട് വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ടായിരുന്നു ഇപ്പം ടി സി എസ് നന്നായി ചെയ്തത്. പിന്നെ അത് നന്നായി ചെയ്തൊരു സ്റ്റോക്ക് ONGC കുറച്ച് എന്താ പറയുക 0.8% ഇന്ന് ചെയ്തിട്ടുണ്ട്. 294 ONGC വന്നിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ സ്റ്റോക്സും പറയാനൊന്നുമില്ല. ആക്ച്വലി ഇറ്റ്സ് ഫോളോയിങ് ആക്ച്വലി പറഞ്ഞാൽ. ഇപ്പം നിന്ന് വലിയൊരു ഫോളോ ചെയ്ത മഹീന്ദ്ര ഇപ്പോൾ ചെയ്യുന്നത് 34 334 3% ഫോളോ ചെയ്തിട്ടുള്ള മഹീന്ദ്ര. പക്ഷെ മഹീന്ദ്രയൊക്കെ അവരെ കറക്ഷനിൽ കിട്ടിയാൽ വാങ്ങിക്കുന്നതല്ലാണ്. അവരെ പുതിയ താറിൻ്റെ എന്താ പറയുക റോക്ക് മോഡൽ എന്തോ അത് ഈ ഫസ്റ്റ് ഡേ തന്നെ അത് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ 1,00,000 മുകളിൽ അവർക്ക് ബുക്കിംഗ് ഉണ്ടായെന്ന് പറയുന്നത്. അവർക്ക് 6 മാസം 7-8 മാസം വെയിറ്റിംഗ് ആ വെഹിക്കിൾ ഉണ്ടെന്ന് പറയുന്നത്. സോ യു ക്യാൻ ഇമാജിൻ അവരെ SUV. ഞാനൊരു വീഡിയോ എൻ്റെ കണ്ടിട്ട് മനസ്സിലാവും. ഇന്നലത്തെ വീഡിയോയിൽ ടാറ്റ മോട്ടോഴ്സിനെയും മഹീന്ദ്രയെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലുള്ള കമ്പനികൾ ലോ ലെവലിൽ കിട്ടിയ മഹീന്ദ്ര ഈസ് അൺഡൗട്ടബിളി നമ്മുടെ രാജ്യത്തെ ഒരു SUVൻ്റെ മാർക്കറ്റ് ലീഡർ തന്നെയാണ്. സോ അതുപോലെ മഹീന്ദ്രൻ്റെ മിക്ക വെഹിക്കിൾസിനും നിങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഈസ് ടു ലോങ് ടൈം.
അതുപോലെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന നവംബർ ഡിസംബർ ഈ സീസണിൽ ഈ ഫെസ്റ്റിവൽ സീസണിൽ കഴിഞ്ഞാൽ ഭയങ്കര ഓഫർ ഉണ്ടാകും ഈ എല്ലാ വെഹിക്കിൾസിനും അവർ വെക്കും. അന്നേരത്താണ് ഇവർ കൂടുതൽ ആൾക്കാർ വെഹിക്കിൾസ് വാങ്ങിക്കുന്നത്. സോ എനിവേ അത് നിങ്ങൾ വാച്ച് ചെയ്യുക. ടാറ്റ മോട്ടോഴ്സ് അഗൈൻ ഞാൻ പറഞ്ഞു, ടാറ്റ മോട്ടോഴ്സ് നന്നായി ചെയ്തിരുന്നു. പിന്നെ ഭാരതി എയർടെൽ ഇന്ന് കുറഞ്ഞ് വളരെ 1637 വന്നിട്ടുണ്ട് ഭാരതി എയർടെൽ. ഇതൊക്കെ നല്ല സ്റ്റോക്കുകൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഹൗ ദ മാർക്കറ്റ് റെസ്പോണ്ട് എന്നുള്ള ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. അതാണ് വലിയൊരു പ്രശ്നം. കാരണം ഇപ്പം ഇത് ഈ വാറിൻ്റെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇനിയിപ്പം ഇവരെ എങ്ങനെയാണ് ഇവരെ നെക്സ്റ്റ് മൂവ് എന്നുള്ള മാർക്കറ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് മാർക്കറ്റിൽ നിന്ന് വളരെ വറീഡ് ആയിട്ടുള്ളത്. സോ ഇത് അപ്പോൾ ഇന്നത്തെ കുറച്ച് നാൾ ചെയ്ത സ്റ്റോക്കുകൾ നമ്മൾ ബി എസ് സി തന്നെയാണ്. ബി എസ് സി നല്ലൊരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ബി എസ് സിന്ന് 4104 ബി എസ് സി ചെയ്യുന്നത്. വേറെ ചെയ്ത നല്ല സ്റ്റോക്സ് പറയാമെന്ന് വെച്ചാൽ ബാങ്ക് ഓഫ് ബറോഡ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു ബാങ്ക് ഓഫ് ബറോഡ, ഒരാഴ്ച മുമ്പ് ബാങ്ക് ഓഫ് ബറോഡനെ കുറിച്ച് പറഞ്ഞു. അതൊരു നല്ലൊരു സ്റ്റോക്കാണ്, നല്ലൊരു കറക്ഷൻ ചെയ്തിട്ടുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ വാങ്ങാൻ പറ്റിയ സമയമെന്നുള്ള കാര്യം. ഓയിൽ ഇന്ത്യയെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക, നിങ്ങൾ ഈ സ്റ്റോക്ക് ഓൾറെഡി അത് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബൈ എന്ന് പറയുന്നില്ല. എന്താ അറിയത്തില്ല, വാട്ട് ഈസ് ദ പോയിന്റ്? എനി വൺ ക്യാൻ സെൽ. മാർക്കറ്റിൽ 10% കാര്യമായിട്ട് ഇപ്പം ഞാനിപ്പം പറയുന്നത് മാർക്കറ്റിൽ ഇത്ര ലിഫ്റ്റ് ചെയ്ത സ്റ്റോക്ക് ബി എസ് സി ബൈ ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് തിങ്ക് സോ. അത് നമുക്ക് അതിലെന്താ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾ ആദ്യം ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സോ ബാക്കിയുള്ള എല്ലാ സ്റ്റോക്സിലും ഡൗൺ ആയി. ഇന്നത്തെ വലിയൊരു ഫോളോ ചെയ്ത ഗെയിൽ ഇന്ത്യ, അത് ഗ്യാസ് പൈപ്പ് ലൈൻ ഗെയിൽ ഇന്ത്യ നന്നായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. ഒരു പെട്രോളിയം ബി പി സി എൽ ടുഡേ 340 വന്നിട്ടുണ്ട് ബി പി സി എൽ. വേറെ എന്ന് പറഞ്ഞാൽ അവന്യൂ സൂപ്പർ മാർക്കറ്റ് കുറച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു അവന്യൂ സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ 4200 4000-ൻ്റെ താഴേക്ക് കിട്ടിയിട്ടുണ്ട്. വാങ്ങിക്കുന്നത് നല്ലതാണ്. കാരണം ഇത് ഫ്രീ ഫ്ലോട്ട് വളരെ കുറവുള്ള ഒരു കമ്പനിയാണ്. നിങ്ങൾക്കറിയാം, ഞാനൊരു വീഡിയോ അവന്യൂ സൂപ്പർ മാർക്കറ്റ് കൂടി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എൻ്റെ. സോ അവന്യൂ സൂപ്പർ മാർക്കറ്റൊക്കെ അതെന്താ പറയുക, ഫ്രീ ഫ്ലോട്ട് കുറവുള്ളതും നല്ലൊരു സ്ട്രോങ് സ്റ്റോക്കാണ് അവന്യൂ സൂപ്പർ മാർക്കറ്റ്. റഷ്യൽ കിട്ടിയാലൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന, ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ്. എനിവേ ഇതൊരു ബൈ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. നിങ്ങളെ ഫൈനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം എനിക്കിന്ന് പറയാനുള്ളത് നമ്മളെ ഈ കേരളത്തെ കുറിച്ചാണ്. കേരളം എന്ന് വെച്ചാൽ ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ പറയുന്നത് കേരളത്തിൽ ഭയങ്കര ഹോട്ട് വെതറാണ്. എപ്പോൾ വന്നാലും ഇവിടെ വേർത്ത് മനുഷ്യൻ. അത് ശരിയാണ്. കാരണം കേരളത്തിൽ കാലാവസ്ഥയൊക്കെ മാറിയെന്നോ എനിക്കൊന്ന്. ഈ ഹൈവേ ഒക്കെ വന്നതിന് ശേഷം ഇവർ മലകളും എന്താ പറയുക പാടങ്ങളൊക്കെ ഇടിച്ച് നിരത്തി ഒരുവിധം എല്ലാ ഹാബിറ്റാൻസിനെ അവിടെ നിന്ന് ഓടിപ്പിച്ച് ഇതിപ്പം ഭയങ്കര ടാറും ഇത് കോൺക്രീറ്റ് ഇട്ടിട്ട് കേരളം ഇപ്പം വളരെ ഹോട്ടായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നോക്കും, മഴ കഴിഞ്ഞിട്ട് ഇവിടെ നല്ല ചൂടാണ്. പിന്നെ അതല്ല, ഈ കേരളത്തിൽ ഇപ്പം വരുന്ന ട്രോപ്പിക്കൽ ഡിസീസ്, പല ടൈപ്പ് ഓഫ് ഡിസീസ് വരുന്ന കേരളത്തിൽ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിലുള്ള ഈ എത്നിക് ഡിവിഷൻ വരുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എത്നിക് ഡിവിഷൻ ഉണ്ടായിട്ട് വെറുപ്പുണ്ടാക്കുക. അത് നമ്മളെ രാഷ്ട്രീയ നേതാക്കന്മാർ വളരെ ഉഷാറായി കാര്യത്തിൽ അവർ തന്നെ അത് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ കറപ്ഷൻ, അത് വേറെ തരത്തിലുള്ള കറപ്ഷൻ ചെയ്യുക. അതൊക്കെയാണ് കേരളത്തിൽ വരുന്ന കൂട്ടരോട്, കേരളത്തിൽ വരുന്ന ആൾക്കാർ കേരളത്തെക്കുറിച്ച് എന്നോട് പറയുന്ന കാര്യങ്ങൾ. അവരെന്നോട് ചോദിക്കുന്നൊരു കാര്യം വെച്ചാൽ എന്തുകൊണ്ട് കേരളം ഈ വളരെ പുവർ സ്റ്റേറ്റ് ആയിപ്പോയി കമ്പയർ ടു ഈ തമിഴ്നാടും കർണാടകയും അല്ലെങ്കിൽ തെലങ്കാനയൊക്കെ ഗ്രോത്ത് നോക്കുന്ന സമയത്തും അവിടെ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്ന സമയത്ത് എന്തുകൊണ്ട് കേരളം ഇത്ര വളരെ പുവർ സ്റ്റേറ്റ് ആയി? ഞാൻ പലപ്പോഴും അവരോട് പറയും, നമ്മളെ കേരളം വെച്ചാൽ ഇത്ര ചൂടുള്ളതെന്ന് വെച്ചാൽ അത്ര അത്ഭുതമൊന്നുമില്ല. കാരണം കേരളം എന്ന് വെച്ചാൽ വളരെ ഇക്വേറ്ററിന് വളരെ അടുത്ത് നിൽക്കുന്ന സ്റ്റേറ്റാണ്. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ നമുക്ക് ഇത്ര വലിയ ചൂടും ട്രോപ്പിക്കൽ ഡിസീസും ഒക്കെ വരുന്നത്. പണ്ട് കാലത്തൊക്കെ മലേറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളം മലേറിയൊക്കെ അവോയ്ഡ് ചെയ്ത്, കാരണം വെച്ചാൽ കേരളത്തിൻ്റെ ആ സാനിറ്റേഷൻ കുറച്ച് നല്ലതായതുകൊണ്ടാണ്. പിന്നെ കേരള ഗവൺമെൻറ് കുറേ ഹെൽത്ത് കെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആൾക്കാരെ ഹെൽത്ത് എഡ്യൂക്കേഷനൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറേയൊക്കെ മലേറിയ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷേ മലേറിയൊക്കെ റാമ്പൻ്റായിട്ട് ഇനിയും വരുന്നത്, കാരണം ഓൾറെഡി മലേറിയൻ്റെ ഡ്രഗ്സൊക്കെ റെസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞു. സോ നമ്മൾ കേരളത്തിനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഇങ്ങനെയാണ് ആൾക്കാർ. അപ്പോൾ ഞാൻ ആലോചിക്കുക, ഇന്ത്യനെ കുറിച്ച് ആലോചിക്കുക വെച്ചാൽ ഇന്ത്യ ഈസ് ഓൾസോ ഹാവിങ് ബാഡ് നെയ്ബേഴ്സിനും. ഇന്ത്യൻ്റെ സറൗണ്ടഡ് ആൾക്കാർ ആരൊക്കെയുള്ളത് ഇന്ത്യക്ക്? ഒന്ന് ഈ സൈഡിൽ പാകിസ്ഥാൻ ഉണ്ട്, അങ്ങേ സൈഡിൽ ബംഗ്ലാദേശ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ശ്രീലങ്കയുണ്ട്, ഹിമാലയ കഴിഞ്ഞാൽ ചൈനയുള്ളത്. എല്ലാം വെരി പുവർ കൺട്രീസ്, വളരെ സ്മോൾ മാർക്കറ്റാണ്. അപ്പോൾ ഇന്ത്യൻ കമ്പനീസിന് റെസ്ട്രിക്ട് ദ ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി. ഈ പുവർ കൺട്രിയിൽ പോയി നിങ്ങൾ എന്ത് വിൽക്കാൻ അവിടെ പോയിട്ട്? റിച്ച് കൺട്രിയിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വിൽക്കാൻ പറ്റും. പുവർ കൺട്രിയിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ പാകിസ്ഥാനിലത്തെ കറൻസിയുടെ വാല്യൂ എന്താണ്, ശ്രീലങ്കയിലുള്ള കറൻസിയിലെ വാല്യൂ എന്താണ്? പിന്നെ നിങ്ങളുടെ കൺട്രിയിൽ പാകിസ്ഥാനിലായാലും ശ്രീലങ്കയിലായാലും വയലൻറ്റ് കൺഫ്ലിക്ട്സ്, അത് ഈ ബംഗ്ലാദേശിലായാലും ബർമയിലായാലും ഇവർ എത്നിക് വയലൻറ്റ് കൺഫ്ലിക്ട്സ് ഇപ്പോൾ നമ്മൾ കാണുന്നില്ല. മണിപ്പൂരിലും അല്ലെങ്കിൽ ബർമയിലും ഇങ്ങനെയുള്ള തമിഴ്നാട്ടിലെ പണ്ട് സിംഹളൈസും ഈ തമിഴിയൻസും തമ്മിലുള്ള
വയലൻറ്റ് കൺഫ്ലിക്ട്സ് അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. പിന്നെ ഈ കേരളത്തിൻ്റെ വലിയൊരു പ്രശ്നം കേരളക്കാർക്കെന്ന് വെച്ചാൽ ഈ ഒരു കനിഞ്ഞൊരു സ്റ്റേറ്റാണ്. അബണ്ടൻറ്റ് നാച്ചുറൽ റിസോഴ്സസ് ഇവിടെ മഴ 6 മാസം മഴയും നമ്മളെ നാച്ചുറൽ ബ്യൂട്ടിയും എന്തൊക്കെ ഇവിടെ റിസോഴ്സസ് ഉണ്ട് കേരളൈറ്റ്സ്. അതാണ് ചിലപ്പം കേരളൈറ്റ്സിനെ ലേസി ആക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില കൂട്ടർ പറയുന്നത് കേരളക്കാർ എന്താ പറയുക അത്രയും റിസോഴ്സസ് എബണ്ടൻ്റാണ്, അത്രയും കോക്കനട്ട് ട്രീസുകൾ നിറഞ്ഞിട്ടുണ്ട്. ദേ ക്യാൻ ലൈ ബെനീത്ത് എ കോക്കനട്ട് ട്രീ ആൻഡ് വെയിറ്റ് ഫോർ ദ കോക്കനട്ട് ട്രൂ ഫോൾ എന്നാണ്. അത്രയും അങ്ങനെ കൊടുക്കാനായിട്ട് ആവശ്യമില്ല, അത്രയും തെങ്ങിൻ്റെ അടിയിൽ പോയി കടന്നിട്ട് അതുപോലത്തെ അങ്ങനെ ചില കൂട്ടർ പറയും. സോ അതാണ്. പിന്നെ കേരളക്കാരുടെ കൾച്ചറും എനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് ബാഡ് ഫോർ ദി എക്കണോമിക് ഡെവലപ്മെൻറ്റ് തന്നെ. കേരളൈറ്റ്സ് നോക്കുക ചെയ്യുമ്പോൾ കേരളത്തിലെ ആൾക്കാരും ദേ ഡോണ്ട് വാണ്ട് ടു വർക്ക് ഹാർഡ്, ദേ ഡോണ്ട് വാണ്ട് ടു പ്ലാൻ ഫോർ ദി ഫ്യൂച്ചർ, ദേ ഡോണ്ട് വാണ്ട് ടു കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ. ഇപ്പോൾ നമ്മളെ നാട്ടിലെ ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്യാൻ കാണുന്നില്ല. അതാണ്. അതേസമയത്ത് ഈ ഒരു റിസോഴ്സസ് ഇല്ലാത്ത രാജ്യങ്ങളാണ് ഞാൻ ആലോചിക്കുക. ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്, ജപ്പാൻ, കൊറിയ, അവർക്കൊക്കെ റിസർവ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു ഇല്ലാത്ത രാജ്യങ്ങളാണ് സൗത്ത് കൊറിയയും അല്ലെങ്കിൽ ജപ്പാനും. പക്ഷെ ഇതൊക്കെ വളരെ റിച്ച് കൺട്രീസായി മാറി. അപ്പോൾ ഇതൊരു വലിയൊരു കേരളത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് കേരളത്തിൽ എത്നിക് ഡൈവേഴ്സിറ്റി ഉള്ളത് കൊണ്ടാണോ അതാണ് വലിയ ഇഷ്യൂ കേരളത്തിൻ്റെ? അല്ലെങ്കിൽ കേരളക്കാർ ഇപ്പോൾ ഇന്ന് നോക്കുകയെന്ന് വെച്ചാൽ കേരള ആസ് എ സ്റ്റേറ്റ് ഫിസിക്കലി മൂവ് ടു മെനി കൺട്രീസ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. കേരളക്കാരെ ഒരു 1% പോപ്പുലേഷൻ GCC കൺട്രീസെല്ലാം മൂവ് ചെയ്തിട്ടുണ്ട്. ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ബോംബെ, കൽക്കട്ട ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ അമേരിക്കയിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളം എന്ന് വെച്ചാൽ സ്റ്റേറ്റിൻ്റെ മിക്കവാറും രാജ്യങ്ങളിൽ ചെറിയ ചെറിയ സ്റ്റേറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു. അപ്പോൾ ഈ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇവർ പൈസ അയക്കുന്ന റെമിറ്റൻസ് കൊണ്ടാണ് ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഈ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സോ അതാണ് ഒരു കേരള സ്റ്റൈൽ ഓഫ് ലിവിങ് ആൾക്കാർ ചിലപ്പോൾ പറയുന്നുണ്ട്, കേരള സ്റ്റൈൽ ഓഫ് ലിവിങ്. പിന്നെന്ന് വെച്ചാൽ കേരള സ്റ്റേറ്റ് എപ്പോഴും ഒരു പെർമനൻറ്റ് ഡിസബിലിറ്റി. അതിന് ഗവൺമെൻറ് പണ്ട് എൻ്റെ ചെറുപ്പകാലത്തെ ഇത് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, മറ്റവൻ തന്നിട്ടില്ല എനിക്ക്, ഇതവൻ തന്നിട്ടില്ല എനിക്ക്, ആ ഇൻഡസ്ട്രിക്ക് ഇത് വന്നിട്ടില്ല എനിക്ക് കേന്ദ്രത്തിൽ ഇത് കിട്ടിയിട്ടില്ല എന്ന് പറയാനുണ്ട്. മറ്റുള്ള സ്റ്റേറ്റുകൾക്കൊക്കെ അതൊന്നും പ്രശ്നമില്ല. കേരളത്തിനെപ്പോൾ ഒരു കൈൻഡ് ഓഫ് പെർമനൻറ്റ് ഡിസബിലിറ്റി ബിലീഫ് ഞാൻ പറയും. ഈ സെൻട്രൽ എയ്ഡ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എക്സ്ട്രാ മണി നമുക്ക് കിട്ടുന്നില്ല. ഇതപ്പോൾ ഇന്നും അതന്നെയാണ് കേരളത്തിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ആലോചിക്കലുണ്ട്, ഈ കേരളക്കാർക്ക് ഡു ദേ ഹാവ് എ ഹോപ്പ് ഓഫ് സ്റ്റാൻഡിങ് ദർ ഓൺ ഫീറ്റ്, അല്ലെങ്കിൽ ഒരു കേരള ഗ്രോത്ത് ട്രാജഡി. സോ ഇത് നിങ്ങൾ ആലോചിക്കുക. എനിവേ, താങ്ക് യു ഫോർ വ്യൂയിങ് മൈ ചാനൽ. സോ കൈൻഡ്ലി ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ദാറ്റ്സ് ഓൺലി ഹംബിൾ റിക്വസ്റ്റ്.